വെക്കേഷനാണ്. കുട്ടികളെയും കൊണ്ട് ഓരോരോ തീം പാർക്കിലും അതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് പോകുന്നവരാണോ നിങ്ങൾ? ഇന്നലെ അറിഞ്ഞു കാണും, ഹാപ്പി ലാൻഡിൽ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നു. ഒരു റൈഡ് പൊട്ടി വീഴുകയും 5ഓളം പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏൽക്കുകയും ചെയ്തു എന്നുള്ളത്. ഇതുപോലെയുള്ള ഒരു സംഭവം വരുമ്പോൾ മാത്രം മീഡിയയിലും കാര്യങ്ങളുമൊക്കെ കുറച്ച് അറ്റൻഷൻ വരും. അത് കഴിഞ്ഞ് വീണ്ടും അങ്ങ് പോകും. ഇപ്പോൾ ഹാപ്പി ലാൻഡിൽ തന്നെ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 1 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, ഒരു 9 വയസ്സുള്ള ഒരു കുട്ടി വെള്ളത്തിൽ വീണിട്ട്, അതെന്തുകൊണ്ടാണ് അതിൻ്റെ യഥാർത്ഥ മരണ കാരണം എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ അവിടെ വീണിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പ്രോപ്പർ ആംബുലൻസ് ഫെസിലിറ്റിയും ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് മീഡിയയിൽ വന്നതാണ്. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ വേറെ അതിനേക്കാൾ വലിയ ഇടിയും റെയ്ഡും പ്രശ്നങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട തിരക്കൊക്കെ ആയതുകൊണ്ട് മീഡിയയൊക്കെ അതിൻ്റെ പുറകെ പോയി. പക്ഷേ ഈ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സൊക്കെ എൻഷുർ ചെയ്യേണ്ട അതോറിറ്റീസ് പോലും പിന്നെയും അവിടെ ഒരു ഇൻസ്പെക്ഷൻ നടത്തുകയോ അല്ലെങ്കിൽ അവിടെ ഒരു ആംബുലൻസ് ഫെസിലിറ്റി ഉണ്ടാവോ എന്ന് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സംഭവം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളും കുട്ടികളുമൊക്കെ ആയിട്ട് ഇതുപോലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിൽ അല്ലെങ്കിൽ തീം പാർക്കിൽ, അഡ്വഞ്ചർ പാർക്കുകളിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇത് എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ആക്ച്വലി സയൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ ആക്സിഡൻറ്റ് കഴിയുമ്പോൾ നടക്കുന്ന ആക്സിഡൻറ്റ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എയർക്രാഫ്റ്റ് എന്തുകൊണ്ടാണ് നമുക്കറിയാം, ഇന്ന് ഉള്ളതിൽ ഏറ്റവും സേഫസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒരു സംശയമില്ലാതെ പറയും അത് എയർക്രാഫ്റ്റ്സ് ആണ് അല്ലെങ്കിൽ പ്ലെയിനുകളാണ് എന്നുള്ളത്. കൊമേഴ്ഷ്യലായിട്ടുള്ള നമ്മൾ പറക്കുന്ന പ്ലെയിനുകളാണ് വളരെ സേഫായിട്ടുള്ളൊരു സംഗതിയാണ്. എന്തിനത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഇത്രയും ബെറ്റർ ആയത് അല്ലെങ്കിൽ ഇത്രയും സേഫ്റ്റി റെക്കോർഡ്സ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളതെല്ലാം പല അപകടങ്ങളാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ അപകടങ്ങളിൽ അനലൈസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിനുശേഷം ഒരു കൃത്യമായ ചില പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കുകയും അത് പാലിക്കുകയും അതിനനുസരിച്ച് പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കാണ് എയർലൈൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനകത്ത് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവുകയും നമുക്ക് ഏറ്റവും സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ എയർലൈൻസ് മാറുകയും ചെയ്തു. റൈഡുകളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ തീം പാർക്കുകൾ അല്ലെങ്കിൽ റൈഡുകളുടെ കാര്യത്തിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെയും നമുക്കിതേ സംഭവം കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫ് റെക്കോർഡുള്ള അതായിട്ട് മാറിയിട്ടുണ്ട് റൈഡുകൾ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ലോകം എമ്പാടും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല റൈഡുകളും വളരെ സേഫ് ആണെന്നുള്ളത് നമുക്ക് കാണാം. എത്രത്തോളം സേഫ് എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ പറയും, ഇതൊക്കെ ഗ്ലോബൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അല്ലേ, നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഗ്ലോബൽ സേഫ്റ്റി സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, ഏതൊരു കാര്യത്തിനായിരുന്നാലും ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണെന്നുള്ളതാണ് ഓർക്കുക. ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഏത് സംഭവമാണ് എടുത്തുള്ളൂ, അതൊരു ഒരൊറ്റ കാരണമല്ല, ഒരു കൂട്ടം കാരണങ്ങളുടെ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണെന്ന് പറയാം. ഇതെല്ലാം സംഭവിച്ചാൽ മാത്രമേ സാധാരണഗതിയിൽ ആക്സിഡൻറ്റ്സ് നടക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഹാപ്പി ലാൻഡിൽ നടന്ന സംഭവം തന്നെ ആലോചിച്ച് നോക്കൂ. പലതരത്തിൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് എല്ലാ വർഷവും, അതായത് പ്രോപ്പറായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത ഒരു സാധനം, പ്രോപ്പറായിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്ന ഒരു സാധനം, പ്രോപ്പറായിട്ട് സേഫ്റ്റി റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോവുക, എല്ലാ ദിവസവും അത് ചെക്ക് ചെയ്യുക, അങ്ങനെ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഒന്നിലധികം കാര്യങ്ങളുടെ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണ് എപ്പോഴും ഒരു ആക്സിഡൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിലേക്ക് നയിക്കുന്നത്. ഇനിയിപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെയുള്ള സേഫ്റ്റി പ്രോട്ടോക്കോൾസ് എന്തൊക്കെയാണ്? ഇപ്പം ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ ചെയ്യണം? പ്രോപ്പറായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അഡ്വഞ്ചർ റൈഡുള്ള ഒരു സ്ഥലത്ത് എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസോ, ഇപ്പോൾ ഡോക്ടർ ഫുൾ ടൈം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിരിക്കും. എന്നാലും ബേസിക്കായിട്ട് ഫസ്റ്റ് എയ്ഡിന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളോ, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയോ, ഒരു അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളോ സ്റ്റാഫോ ഒക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വെള്ളത്തിലാണെങ്കിൽ വെള്ളം ഉള്ള പാർക്ക് ആയതുകൊണ്ട് തന്നെ ഡ്രൗൺ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ഇതൊക്കെ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ തൊണ്ടയിൽ ആഹാരം പോയി കാര്യം ഒരു ഫുഡ് ആൻഡ് ബെവറേജ് സെർവ് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് വലിയ ആക്ടിവിറ്റീസിലേക്ക് പോകണം. അപ്പോൾ തൊണ്ടയിൽ ഫുഡ് കുടുങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ഹെയിംലിച്ച് മെനൂർ ചെയ്യാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പോലും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തായിരിക്കാം ഈ അപകട കാരണം എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മാത്രമേ ആർക്കും പറയാൻ പറ്റുള്ളൂ. പക്ഷേ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, കുറച്ച് ദിവസമായിട്ട് നല്ല വേനൽ കഴിഞ്ഞിട്ടുണ്ടായ മഴയാണ്. ഈ മഴയുടെ സമയത്ത് ഇപ്പോൾ ഈ റൈഡിൻ്റെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ബ്രേക്ക് ഡൗൺ ആവുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഇത് ഒടിഞ്ഞ് വീഴുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അതിൻ്റെ സെൻട്രൽ കോളത്തിൽ നിന്നും പില്ലറിൽ നിന്നൊക്കെ ധാരാളം വെള്ളം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. അതായത്
അതിനകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനി വാട്ടർ തീം പാർക്ക് ആയതുകൊണ്ട് അതിനകത്തൂടെ വെള്ളം ഒരു റൈഡിനകത്തൂടെ കടത്തി വിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്ന സെൻറ്റർ പോസ്റ്റിൽ നിന്ന് മഴവെള്ളം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ചില ക്ലോസ് ഇൻസ്പെക്ഷനിനകത്ത് ഒരുപാട് തുരുമ്പുള്ളതായിട്ടും ഒക്കെ കാണാൻ പറ്റും. അത് ഞാൻ ഹാപ്പി ലാൻഡിൽ പോയിട്ടുള്ളതാണ്. അത്ര വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റൈഡറായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇത് ഒരു പ്രോപ്പർ ഇൻസ്പെക്ഷൻ നടത്താത്തത് എന്തുകൊണ്ടായിരിക്കും? ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ നമ്മുടെ ഹൈക്കോടതി ഗവൺമെൻറ്റിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും, ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കും. ഓണറബിൾ ഹൈക്കോർട്ട് ജഡ്ജ്മെൻറ്റ് റെഡ് അബവ് ഹാസ് ഡയറക്റ്റഡ് ടു ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ഡേഞ്ചറസ് റൈഡ്സ് ഇൻ കാർണിവൽസ് ആൻഡ് തീം പാർക്സ്. നമ്മൾ ഇത് പിന്നെയും പോട്ടെ, ഇതൊന്നുമില്ലെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് പറയാം. വേറെ ചില സ്ഥലത്തുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. ഈ ഉത്സവ പറമ്പിലൊക്കെ ഉള്ളതുപോലത്തെ റൈഡുകൾ, വലിയ പെട്ടെന്ന് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്ന ജയൻറ്റ് വീലുകൾ, അല്ലെങ്കിൽ മെറി ഗോ റൗണ്ട് പോലെയുള്ള സാധനം. ഇത് എന്തോന്ന് മെക്കാനിക്കൽ ഊഞ്ഞാൽ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കണ്ടിട്ട് മറ്റേ ഈ ഒരു മെറി ഗോ റൗണ്ട് സ്റ്റൈലിൽ കറങ്ങുന്ന ഒരു സാധനമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇത് പറഞ്ഞിരുന്നത്, ഇത് എപ്പോഴാണ് 2020 8-ാം മാസം ഓഗസ്റ്റ് മാസത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഓർഡറാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് എന്നുള്ളതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് കൺസ്ട്രക്ഷൻ സ്റ്റേജിലും ഇൻസ്റ്റലേഷൻ സ്റ്റേജിലും യൂട്ടിലൈസേഷൻ സ്റ്റേജിലും, ഏതൊക്കെ സ്റ്റേജ്, ഈ 3 സ്റ്റേജുകളിലും എന്തൊക്കെ അമ്യൂസ്മെൻറ്റ് പാർക്കിലുള്ള സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് വേണമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് എക്സ്പെർട്ട് എഞ്ചിനീയേഴ്സ് ഫ്രം മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് സെക്ടേഴ്സ് ഇൻസ്പെക്ട് ദ ഇൻസ്റ്റലേഷൻ ബിഫോർ ദി LSG ഇഷ്യൂസ് ലൈസൻസ് ടു ഓപ്പറേറ്റ് എനി സച്ച് റൈറ്റ്സ്. അതായത് ഈ പറഞ്ഞ 3 സ്റ്റേജിൽ, യൂട്ടിലൈസേഷൻ സ്റ്റേജിലും ഇൻസ്റ്റലേഷൻ സ്റ്റേജിലും കൺസ്ട്രക്ഷൻ സ്റ്റേജിലും പ്രോപ്പറായിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിൻ്റെ ഇൻസ്പെക്ഷൻ വേണമെന്ന് അതിനകത്ത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോടതി ഡയറക്റ്റ് ചെയ്തതാണ് 2020. അവിടെ തന്നെ താഴത്തെ ഇതിനകത്ത് നോക്കിക്കറിയാം, അപ്രൂവൽസ് ഫോർ അമ്യൂസ്മെൻറ്റ് ഇൻസ്റ്റലേഷൻസ് ബോത്ത് ടെമ്പററി ആൻഡ് പെർമനൻറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഒരു ടെമ്പററി ആണ്, ഒരു ഉത്സവപ്പറമ്പാണെന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് പ്രത്യേകിച്ച് എക്സെപ്ഷൻ എന്നുള്ള കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. ഷാൽ ബി ഇൻ ലൈൻ വിത്ത് കോഡ് ഓഫ് റെക്കമെൻഡഡ് പ്രാക്ടീസ് ഫോർ അമ്യൂസ്മെൻറ്റ് റൈറ്റ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് അവർ സേഫ്റ്റി ഗൈഡ് ലൈൻ ഉണ്ട്. അതിനോടൊപ്പം കുറേ ആളുകളുടെ നിന്ന് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ നിന്ന്, PWDയുടെ മെക്കാനിക്കൽ ഡിവിഷനിൽ നിന്ന് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ്, MTech ക്വാളിഫൈഡ് രജിസ്റ്റേഡ് സ്ട്രക്ചറൽ എഞ്ചിനീയർ, ആർക്കിടെക്റ്റിൻ്റെ നിന്ന്, അങ്ങനെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് ഉണ്ട്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിന്ന് അവർക്കുള്ള ഇൻഷുറൻസ്, അതുപോലെ ഫുഡ് ആൻഡ് ബിവറേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ FSSAIയുടെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? ഇതിനകത്ത് എങ്ങനെയാണ് ഇതിനകത്ത് ഞാൻ വീഡിയോയിൽ കണ്ട ഒരു കാര്യമാണ് തുരുമ്പ്. ഈ തുരുമ്പൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതിനകത്തുള്ള അതോറിറ്റീസ് ആരും കണ്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇത് റൈഡുകളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള, എയർക്രാഫ്റ്റിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ് മെറ്റൽ ഫെറ്റീഗ് എന്ന് പറഞ്ഞത്. നമ്മൾ തന്നെ ഒരു മെറ്റൽ പിന്നെടുക്കുക, അല്ലെങ്കിൽ ഒരു കമ്പി എടുത്തിട്ട് വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചുകൊണ്ടിരിക്കുക. ആദ്യം കുറേ പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്കും ചൂടാവും. അത് കഴിഞ്ഞ് സൈക്ലിക് ആയിട്ടുണ്ടാകുന്ന സ്ട്രെസ്സാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മൈക്രോ ഫ്രാക്ചർ ഉണ്ടാവുകയും കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പഴം പോലെ ആയതിനു ശേഷം അവിടെ കൊണ്ട് ഒടിഞ്ഞ് പറഞ്ഞിങ്ങി വരികയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ മെറ്റൽ ഫെറ്റീഗ് എന്ന് പറയുന്നത്. മെറ്റൽ ഫെറ്റീഗ് ഒരു റിയൽ ആയിട്ടുള്ള ഫിനോമിനയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈവൻ ഈ പറഞ്ഞ സ്ട്രക്ചറൽ എഞ്ചിനീയറൊക്കെ വന്ന് നോക്കിയാൽ പോലും ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവണം എന്നില്ല. അത് മനസ്സിലാവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയ ക്രാക്ക് ആണെന്നുണ്ടെങ്കിൽ നേക്കഡായി അല്ലെങ്കിൽ കണ്ണുകൊണ്ടൊന്നും ടെസ്റ്റ് ചെയ്താൽ പറ്റില്ല. അതിന് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വേണം. സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനുള്ള ടെക്നോളജി നമുക്കുണ്ട്. അൾട്രാസൗണ്ട് സ്കാനും അതുപോലെ പല 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 രീതിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അക്കൂസ്റ്റിക് ആയിട്ടുള്ള എനർജി ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്ന രീതി, ലിക്വിഡ് ഡൈ വച്ചിട്ട് ഈ എന്തൊക്കെ ചെറിയ ക്രാക്സ് ഉണ്ടോ അതിനകത്തോട്ടൊക്കെ ഈ ഡൈ ഇറങ്ങിയതിന് ശേഷം അത് ഫ്ലൂറസെൻ്റ് ആണ്, അത് ഇലുമിനേറ്റ് ചെയ്യും, അങ്ങനെ കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെയുള്ള മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ എക്സ്പെൻസീവാണ്, അതൊന്നും നിയമപരമായിട്ട് നിർദ്ദേശിച്ചിട്ടും ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ നടത്തിയാൽ മാത്രമേ ഇതുപോലെയുള്ള മെറ്റൽ ഫെറ്റീഗ് പോലെയുള്ള കാര്യങ്ങൾ, വെയർ ആൻഡ് ടയർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ റൈഡുകൾ ആൾ കൂടുന്ന സമയത്ത്, ഇപ്പോൾ തന്നെ അറിയാലോ, വെക്കേഷൻ സമയത്താണ് ഹാപ്പി ലാൻഡല്ല ഏത് തീം പാർക്കിനകത്തായിരുന്നാലും ആളുകൾ ഒരുപാട് വരിക നാച്ചുറലായിട്ടുള്ള സംഭവമാണ്. വെക്കേഷൻ സമയത്ത് കുട്ടികളുമായിട്ടൊക്കെ എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് റൈഡുകൾ ഇതിലൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് തീം പാർക്കിലൊക്കെ പോവുക. ഈ സമയത്ത് അവർക്ക് അടച്ചിട്ട് മെയിൻ്റനൻസ് നടത്തുകയോ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല എന്നുള്ളതാണ്. ഈ റൈഡുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല തിരക്കുള്ള സമയത്ത് റൈഡുകൾ അടച്ചിടാത്ത പ്രശ്നം നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതൊന്നുമല്ല. ഞാൻ വേറൊരു ഇൻസിഡൻറ്റ് പറയാം. 2015 ദ സ്മൈലർ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള റോളർ കോസ്റ്റർ ഉണ്ട് UK.
അവിടെ നടന്നൊരു സംഭവം. അപ്പോൾ അവർക്ക് പല പല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഇതല്ല, പല പല ഇവൻറ്റ്സ് ആണ്. അവർക്ക് പല പല സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് ഈ എയർക്രാഫ്റ്റിലൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, സിംഗിൾ പോയിൻ്റ് ഓഫ് ഫെയിലിയർ, SPOF എന്ന് പറയും. ഒരു ഫെയിലിയർ ആയാൽ മാത്രം ആ റൈഡ് പൊട്ടി വീഴാൻ പാടില്ല, അല്ലെങ്കിൽ അതിനകത്ത് അപകടം പറ്റാതെ നിന്നാലും കുഴപ്പമില്ല, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകരുത്. അങ്ങനെയാണ് എയർക്രാഫ്റ്റിൽ എല്ലാ ഡിസൈനും ഉണ്ടാവുക. അതുപോലെ റിഡൻഡൻസി, ഒന്ന് പോയി കഴിഞ്ഞാൽ അടുത്തൊരു മാർഗ്ഗം ഉണ്ടാവും അതിന് ഡ്രോപ്പ് ആവാതിരിക്കാൻ. അപ്പോഴത്തേക്കും നമുക്ക് ആ മറ്റേത് ഫിക്സ് ചെയ്യാനുള്ള സമയം കിട്ടും. അങ്ങനെ വേണം എന്നാണ് ഈ പറഞ്ഞ എല്ലാ റൈഡുകളിലും ഉള്ളത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡൊക്കെ പാലിച്ചാണ് UK-ലും ഈ റൈഡുകളൊക്കെ ഉണ്ടാകുന്നത്. സ്മൈലറിൽ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലോചിക്കുക, വളരെ തിരക്കുള്ളൊരു ദിവസം ആസ് യൂഷ്വൽ. അപ്പോൾ ഇതിനകത്ത് അറിയാലോ, നമ്മുടെ ഈ റോളർ കോസ്റ്ററാണ്. റോളർ കോസ്റ്ററിനകത്ത് ആദ്യം ഒരു ഇനീഷ്യൽ ഭയങ്കര ഒരു ഡ്രോപ്പ് കാണും. ആ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലോട്ട് മെക്കാനിക്കൽ പുള്ളി വെച്ചിട്ട് കയറിയാണ് പോകുന്നത്. അപ്പോൾ ഗ്രാവിറ്റിയിൽ അതിങ്ങനെ കയറി പോകണം. അപ്പോൾ നല്ല കാറ്റുള്ള ഒരു ദിവസം 4 ഡിഫറെൻറ്റ് റൈഡുകളാണ് അതിനകത്ത്, കമ്പാർട്ട്മെൻറ്റ് പോലെയുള്ള സാധനങ്ങളാണ് അവർ അതിനകത്ത് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ 4 എണ്ണം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഈ റൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ റൈഡ് റൺ ചെയ്യുന്ന ആളുകളാണ്. ഇത് 4 എണ്ണം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരെണ്ണം നല്ല കാറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു സ്ഥലത്ത് ഒന്ന് സ്റ്റക്കായി. കാര്യം ഈ ആളിരിക്കാതെ ഇവരൊരു റൈഡ് ഓട്ടിച്ച് വിട്ടതിനകത്ത് അത് പോയിട്ട് ആ പുള്ളി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും മൊമെൻറ്റം കിട്ടിയില്ല, ആളിൻ്റെ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ അത് പോയി താഴെ പോയിരുന്നു. നിങ്ങൾ സ്മൈലർ ഇൻസിഡൻറ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അപ്പോൾ കാണാൻ പറ്റും. അത് അവിടെ പോയി താഴെ ഇരുന്നിട്ട് അത് പുള്ളി പിടിച്ചില്ല, അത് അവിടെ തന്നെ കിടന്നു. അപ്പോഴത്തേക്ക് ഇത് ശരിയാവാത്തതുകൊണ്ട് ഒരു മെയിൻ്റനൻസ് ടീമിനെ അറിയിച്ചു. ആൾ കൂടുതലായതുകൊണ്ട് 5ാമത്തെ ഒരു റൈഡും കൂടെ അവർ അതിനകത്ത് ആക്ടിവേറ്റ് ചെയ്തു. അതായത് ഈ ട്രെയിൻ പോലത്തെ സാധനമാണ്, പക്ഷേ അതിനകത്ത് 5ാമതൊരെണ്ണം കൂടെ അവർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 5ാമതൊരെണ്ണം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇത് അവിടെ പോയി നിൽക്കുന്ന കാരണം മെക്കാനിക്കൽ ടീമിനെ അടുത്ത് പറഞ്ഞു, നിങ്ങളിത് റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അവർ റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമം നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു, ഈ മോളിൽ നിന്നുള്ളവർ 5ാമത്തെ ടീമിനെ ലോഡ് ചെയ്ത് റെഡിയാക്കുകയാണ്. ഈ ലോഡ് ചെയ്ത് റെഡിയാക്കിയപ്പോൾ ഈ 16 പേരുള്ള ഈ 5ാമത്തെ ടീം പോയിട്ട് ഒരു കയറ്റത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു വാർണിംഗ് ലൈറ്റ് വന്നു, അതായത് മുന്നോട്ട് പോകരുത്, പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. അത് ഇതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്നത്, ഇത് 14 തലകുത്തി മറിയുന്ന ഇൻവേർഷൻസൊക്കെ ഉള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. വളരെ റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തതാണ്, വളരെ സക്സസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ്. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി മെഷറാണ്, ഏതെങ്കിലും ഒരു ലൂപ്പിൽ ഏതെങ്കിലും ഒരു കാർട്ട് അല്ലെങ്കിൽ ഒരു കാരേജ് സ്റ്റക്കായി കഴിഞ്ഞാൽ ബാക്കിലുള്ളതൊന്നും തട്ടാതിരിക്കാനുള്ള സേഫ്റ്റി ലൂപ്പാണ്. അപ്പോൾ ഈ ഓപ്പറേറ്റ് ചെയ്യുന്നവരും റിപ്പയർ ചെയ്യുന്നവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയുണ്ട്. വിഷ്വലി ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് കാർട്ട് നിൽക്കുന്നത് കാണാൻ പറ്റില്ല. CCTVയിൽ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ വിഷ്വൽസൊക്കെ വളരെ ചെറുതാണ്, അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല. ഇവരെന്ത് ചെയ്തു, സേഫ്റ്റി ഓവർ റൈഡ് ചെയ്തു. റിഡൻഡൻസി ഉണ്ടായിരുന്നു, സേഫ്റ്റി ഉണ്ടായിരുന്നെങ്കിൽ ഹ്യൂമൻ എറർ കൊണ്ട് സേഫ്റ്റി ഓവർ റൈഡ് ചെയ്തു. മറ്റേ കാർട്ട് പോയി അതിനകത്ത് ഇടിച്ചു. അതിനകത്ത് പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ഉള്ള ആളുണ്ടാക്കി. ഇത് വളരെ വലിയൊരു ഈ ഒരു ആക്സിഡൻറ്റിന് ശേഷം ആക്ച്വലി സേഫ്റ്റി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് കാര്യം. നമ്മൾ സേഫ്റ്റിയിൽ ഇങ്ങനെ മാനുവലായിട്ട് ഓവർ റൈഡ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറേ ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കി, ഹ്യൂമൻ എറേഴ്സ് ഒഴിവാക്കാനുള്ളൊരു സംഭവം ഉണ്ടാക്കി. അപ്പോൾ മെക്കാനിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാവാം, മെക്കാനിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ സിംഗിൾ പോയിൻ്റ് ഓഫ് ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് റിഡൻഡൻസി ബിൽഡ് ചെയ്തിട്ടുണ്ടാവാം, കമ്പ്യൂട്ടർ എനേബിൾ ചെയ്തിട്ടുള്ള സേഫ്റ്റി ചെക്കുകൾ ഉണ്ടാവാം, അതിൻ്റെ പുറത്ത് ഹ്യൂമൻ കൺട്രോളും ഉണ്ടാവാം. ഇത്രയും ലെവൽ ഓഫ് സേഫ്റ്റി ഉണ്ടായിട്ട് പോലും ഈ ഇതിനകത്ത് സംഭവിച്ച ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞൊരു സാധനമാണ് മാനുവലി ചെക്ക് ചെയ്യാതെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്, എത്ര മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് പ്രധാനമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞത്. ഇപ്പം ഹാപ്പി ലാൻഡിൻ്റെ മെയിൻ്റനൻസ് പോറാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തണം, അതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് ചെയ്യണം, എന്താണ് ഫെയിലിയർ ആയെന്നുള്ളത് കാണണം. ഇനി അഥവാ അതൊരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു എമർജൻസി ഹാൻഡിൽ ചെയ്യാനുള്ള സിറ്റുവേഷനായിട്ടൊക്കെ ഇവരെ ട്രെയിൻ ചെയ്ത് റെഡിയാക്കുകയൊക്കെ വേണം, അതൊക്കെ വേണം. പക്ഷേ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു സമയത്ത് പട്ടിയടി കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് പട്ടിയടി കേൾക്കും. അമ്യൂസ്മെൻറ്റ് പാർക്ക് ആക്സിഡൻറ്റ് കേട്ട് കഴിഞ്ഞാൽ അത് കുറേ കേൾക്കും. ചില സമയത്ത് പാമ്പ് കടിച്ച് ആൾ മരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് കുറേ പത്രങ്ങൾ ആ സമയത്ത് കുറേ നമുക്ക് ന്യൂസുകൾ ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഇതൊക്കെ ബേസിക്കലി നമ്മൾ ആ ഒരു കാര്യം പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായത് ബാക്കിയുള്ള ന്യൂസുകളെ പുതിയതായിട്ടുള്ള ഹോട്ടായിട്ടുള്ള ന്യൂസുകൾ വരുമ്പോൾ പഴയ ന്യൂസുകൾ പോകുന്നു എന്നുള്ളതാണ്. പാമ്പേടി കുറഞ്ഞിട്ടോ പട്ടുകടി കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് കുറഞ്ഞിട്ടോ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അതിന് ശരിക്കും നമ്മൾ നോക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള അനാലിസിസും ഡേറ്റയും തന്നെയാണെന്നുള്ളതാണ്. അമ്യൂസ്മെൻറ്റ് പാർക്സ് ആർ എക്സ്ട്രാ ഓർഡിനറിലി സേഫ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഷോയിങ് ദാറ്റ് യുവർ റിസ്ക് ഓഫ് എ സീരിയസ് ഇഞ്ചുറി ഈസ് ഇൻക്രെഡിബിളി മിനിമൽ എന്നുള്ളതാണ്. അതായത് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അമ്യൂസ്മെൻറ്റ് പാർക്സ് ആൻഡ് അട്രാക്ഷൻ IAAPA കണക്ക് പ്രകാരം ദ ചാൻസ് ഓഫ് ബീയിങ് സീരിയസ്ലി ഇഞ്ചുവേർഡ് ഓൺ എ ഫിക്സ്ഡ് സൈറ്റ് റൈഡ് ഇൻ ദ US ഇസ് റഫ്ലി 1 in 15.5 million.
അത്ര ചെറുതാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് US കണക്കാണ്, ഇനി ഇന്ത്യയിലെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും സ്ട്രിക്റ്റ് റെഗുലേഷൻസൊക്കെ ഉണ്ട്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെയുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കുട്ടി ഹാപ്പി ലാൻഡിൽ തന്നെ മരിച്ച ഒരു സംഗതി ഉണ്ടായിരുന്നു. അത് വെള്ളത്തിൽ വീണിട്ട് പ്രോപ്പറായിട്ടുള്ള ആംബുലേറ്ററി കെയറോ കാര്യങ്ങളോ ഒന്നും നടക്കാത്തതുകൊണ്ട്, അതിൽ എടുത്തുകൊണ്ട് ആശുപത്രി പോകാത്തതുകൊണ്ടാണ് എന്ന് എന്തുവാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഡൽഹിയിൽ ഒരു റോളർ കോസ്റ്ററിനകത്തുള്ള സീറ്റ് ബെൽറ്റിൻ്റെ ഫെയിലിയർ കാരണം, സീറ്റ് ബെൽറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം 24 വയസ്സായ ഒരാൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് കേസുകൾ മാത്രമേ വരാറുള്ളൂ. യൂഷ്വലി അമ്യൂസ്മെൻറ്റ് പാർക്സ് ആർ സേഫ് എന്നുള്ള വേണം സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, ഈ റിപ്പീറ്റഡായിട്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ മറ്റൊരു കാര്യമായിട്ട് വരാം. അതുവരെ ബൈ.